എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കൂപ്പൺ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് നടൻ ദിലീപിനെ ഒഴിവാക്കി. ഉദ്ഘാടനത്തിന് ദിലീപിനെ ക്ഷണിച്ചതിൽ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് തീരുമാനം. സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതോടെ ദിലീപ് സ്വയം പിന്മാറുകയായിരുന്നു എന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എസ് അശോക് കുമാർ പറഞ്ഞു. എറണാകുളം ശിവക്ഷേത്രത്തിൽ നാളെ നടക്കാനിരുന്ന കൂപ്പൺ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു മുഖ്യ അതിഥിയായി ദിലീപിനെ ക്ഷേത്രം ഭാരവാഹികൾ ക്ഷണിച്ചത്. ഇതിന്റെ പോസ്റ്ററുകൾ, ദിലീപിന്റെ ചിത്രമടക്കമുള്ള പോസ്റ്ററുകളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ വ്യാപകമായി ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പശ്ചാത്തലത്തിൽ ദിലീപിനെ മുഖ്യാതിഥിയായി കൊണ്ടുവരുന്നതിനെതിരെ വ്യാപകമായി പ്രതിഷേധമുയർന്നു. അതേ തുടർന്ന് ദിലീപിനെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന തീരുമാനം ക്ഷേത്രം സമിതി സ്വീകരിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ക്ഷേത്രം ഭാരവാഹികൾ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് ദിലീപ് സ്വയം പിന്മാറുകയായിരുന്നു. ദിലീപ് തന്നെ ഇക്കാര്യം അറിയിച്ചതാണ്, പങ്കെടുക്കുന്നില്ല എന്നതാണ് ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ദേവിയുടെ എല്ലാ ആഴ്ചയിലും വരുന്നൊരു ഭക്തനാണ്. അപ്പോൾ ഏതെങ്കിലും കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഫിലിമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കൊണ്ടുവരണം എന്നുള്ളൊരു ധാരണ വരികയും ഇങ്ങനെ നമ്മൾ ക്ഷണിക്കുകയും ചെയ്തതാണ്. രണ്ടു കൂട്ടർ വരണം എന്ന് വാദിക്കുന്നവരുണ്ടായിരുന്നു, വരാൻ പാടില്ല എന്ന് വാദിക്കുന്നവരും ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡും ഈ പറയുന്ന ഈ എന്താ പറയുക അനുകൂലിക്കുന്നവരെയൊക്കെ രണ്ട് വിഭാഗമായി കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞു. വെറുതെ ഭക്തരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ തീരുമാനം. പക്ഷെ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് തന്നെ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു ഞാനില്ല തൽക്കാലം. എന്തായാലും ദിലീപ് നാളെ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കില്ല. ആ പരിപാടി തൊട്ടടുത്ത ദിവസത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബസ്സിൽ സിനിമ പ്രദർശിപ്പിച്ചതിനെതിരെ, ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിനെതിരെ അടക്കം പ്രതിഷേധമുയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് എറണാകുളം ശിവക്ഷേത്രത്തിലെ ഈ സംഭവം. റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.